പ്രഭാത കേരളം തുടരുകയാണ്. തിരുവനന്തപുരത്തെ പൂജപ്പുരയിലാണ് നമ്മളുള്ളത്. നമുക്കറിയാം പൂജപ്പുര സരസ്വതി മണ്ഡപത്തിന് തൊട്ടടുത്തുള്ള ചിൽഡ്രൻസ് പാർക്കിനടുത്താണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ വിനോദത്തിന്റെ കാര്യം പറയുമ്പോൾ നമുക്കൊരു വിനോദ വാർത്തയിലേക്ക് പോവാം അല്ലേ സജിത്ത്? അതായത് ഈ ഒരു കൂട്ടുകെട്ടിന്റെ സിനിമയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വരുന്നത്. അതെ, വെടിക്കെട്ട്. പേര് പോലെ തന്നെ വെടിക്കെട്ടാണെന്നാണ് പ്രേക്ഷകരും പറയുന്നത്. ഞാൻ സിനിമ കണ്ടിട്ടില്ല, എങ്കിലും നമുക്ക് അതിലെ താരങ്ങൾ ഇത് നമുക്കൊപ്പം പ്രഭാത കേരളത്തിൽ ചേരുന്നുണ്ട്. അവരുടെ വിശേഷങ്ങൾ നമുക്ക് കാണാം. പേരുപോലെ തന്നെ വെടിക്കെട്ട് അനുഭവം തീർത്താണ് വെടിക്കെട്ട് ഇപ്പോൾ തിയേറ്ററുകളിൽ കയ്യടി നേടുന്നത്. എന്തായാലും വെടിക്കെട്ട് ടീം ഇപ്പോൾ ന്യൂസ് 8 ചേരുകയാണ്. ആദ്യം ഞാൻ ആരിലേക്ക് പോകണം? നായകന്മാരിലേക്ക് പോകണോ അതോ പ്രൊഡ്യൂസർമാരിലേക്ക്? ഓക്കെ, വെടിക്കെട്ട് അനുഭവമാണ്, തിയേറ്ററിൽ കയ്യടിയുടെ പൂരമാണ്. എന്ത് തോന്നുന്നു? ആദ്യ സ്ഥാനം അഭിമാനം, ആഹ്ലാദം, സന്തോഷം, സംതൃപ്തിയുണ്ട്. കാരണം ഇപ്പോൾ ഇന്നൊരു മൂവ്മെൻറ്റും കൂടി നടന്നപ്പോൾ എന്തിനായിരുന്നു വെടിക്കെട്ട് എന്നുള്ള ചോദ്യത്തിനൊരു ഉത്തരമായ ഫീലുണ്ട്. ഒരുപാട് മികച്ചൊരു സിനിമ, അതിലുപരി നല്ലൊരു സന്ദേശം ആ സിനിമയിലൂടെ നൽകുന്നു. ആ ഒരു സിനിമ ജനങ്ങളിലേക്ക് എത്തിയപ്പോൾ ചില സമ്മിശ്ര പ്രതികരണങ്ങൾ ആദ്യം വന്നു. ചില സ്ഥലങ്ങളിൽ വളരെ മോശം പ്രതികരണം, ചില സ്ഥലത്ത് വളരെ നല്ല പ്രതികരണം. അതൊക്കെ എങ്ങനെയാണ് ഏറ്റെടുത്തത്? ഈ പറയുന്ന പോലെ എന്ത് പ്രതികരണം വന്നാലും ജനങ്ങളാണല്ലോ ഇതിൻ്റെ അവസാനത്തെ വാക്ക്. അവർ ഞങ്ങളുടെ കൂടെയാണ്, അവർ നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ സന്തോഷമാണ് ഇന്ന് നടന്നത്. കാരണം ഞങ്ങളുടെ സിനിമ കണ്ടിട്ട് ഇത്രയും പേര് അവയവദാനത്തിന് തയ്യാറായി എന്നുള്ളതിൻ്റെ അപ്പുറം ഞങ്ങൾക്ക് ഈ സിനിമയ്ക്ക് എന്താണ് അല്ലേ അഭിമാനിക്കാവുന്നത്? എന്തിനായിരുന്നു ഈ സിനിമ എന്നുള്ള ചോദ്യത്തിന് ഇതിൽ നല്ലൊരു ഉത്തരം വേറെ വേണ്ട. അതുപോലെ തന്നെ ഈ ഒരു സന്ദേശം നൽകുന്നു. പക്ഷേ ഇപ്പോൾ കൈയൊക്കെ ഒന്ന് പരിക്ക് പറ്റി, പക്ഷേ ആ ഒരു പരിക്കിപ്പോൾ വൻ വിജയമാക്കി തീർത്തല്ലേ? അല്ല, നമ്മൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ ഈ സിനിമയുടെ വിജയത്തിൽ അലിഞ്ഞു പോയി. പുതുമുഖങ്ങൾ വെച്ചിട്ടാണ് ഒരു സിനിമ നിർമ്മാണം ചെയ്യുന്നത്. വലിയ റിസ്ക്കാണ്. പക്ഷേ ആ 2 റിസ്ക് ഫാക്ടറുകളെ മറികടക്കാൻ മികച്ച 2 ടീമും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. എങ്ങനെ തോന്നുന്നു ഈ ഒരു സിനിമ? ഈ സിനിമ ചെയ്യാൻ സാധിച്ചതിൽ നമുക്കൊരുപാട് അഭിമാനമുണ്ട്. ആ അഭിമാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ഇന്നായിരുന്നു. നമ്മുടെ ഈ സിനിമ കണ്ടിട്ട് ഏകദേശം 60ഓളം ആൾക്കാർ ഇപ്പോൾ തന്നെ തയ്യാറായി വന്നു കഴിഞ്ഞു അവരുടെ അവയവം ദാനം ചെയ്യാൻ വേണ്ടി. ഇനി കുറേ ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും അടുത്ത ദിവസങ്ങളിലാകുമ്പോൾ അതിൻ്റെ ഒരു പൂർണ്ണത ഉണ്ടാവും. അതിൻ്റെ ഒരു അറിയിപ്പ് നമ്മൾ എറണാകുളത്ത് വെക്കുന്നുണ്ട്. 200ഓളം പുതുമുഖങ്ങളെയാണ് ഞങ്ങൾ ഇതിനകത്ത് അണിനിരത്തിയിരിക്കുന്നത്. അത് ബിബിനും വിഷുവിൻ്റെയും ആദ്യത്തെ പടം അവർ പുതുമുഖങ്ങൾ വെച്ച് ചെയ്യുള്ളൂ എന്നുള്ളത് അവരുടെ ഒരു ആഗ്രഹമായിരുന്നു. ആഗ്രഹത്തിന് ഞങ്ങൾക്കൊപ്പം ചേരാൻ പറ്റിയെന്നത് നമ്മുടെ ഒരു ഭാഗ്യമായിട്ട് തന്നെയാണ് കാണുന്നത്. ആദ്യ സിനിമയിൽ ഇത്രയും പുതുമുഖങ്ങളെ ചേർക്കണമെന്നൊരു തീരുമാനം അത് എന്തുകൊണ്ടാണ് ഉണ്ടായത്? ഞങ്ങൾ സാധാരണക്കാരുടെ മക്കളാണ്, കഷ്ടപ്പെട്ട വന്നത്. അപ്പോൾ അതുപോലെ കുറേ ആൾക്കാരുടെ മക്കളുണ്ട്, സാധാരണക്കാരുണ്ട്, പണിക്കാരുണ്ട് അല്ലടാ. അപ്പോൾ അവർക്കും കൂടി അവസരം. അവരൊക്കെ നമുക്ക് മുൻപ് തുടങ്ങി അറിയാം, നല്ല ടാലൻ്റുള്ള ആൾക്കാരാണ്. പക്ഷെ ഞങ്ങൾ എഴുതിയ സിനിമകളിൽ പോലും നല്ല രീതിയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല നമുക്ക്. നാളെ നമ്മളെന്തെങ്കിലും സംവിധാനം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവരെയൊക്കെ വെച്ചിട്ട് മാത്രമായിട്ട് ഒരു പടം ചെയ്യാമെന്നൊരു പദ്ധതി മനസ്സിലുണ്ടായിരുന്നു. അത് ഈ കഴിഞ്ഞ എൻ്റെ 30 വർഷമാണ് പെട്ടെന്ന് അന്ന് അത് ചെയ്താലോ എന്നും പറഞ്ഞൊരു ഐഡിയ പെട്ടെന്ന് വരികയും അങ്ങനെ പെട്ടെന്ന് ഇവർ സപ്പോർട്ട് ചെയ്യാൻ കൂടി ചെയ്തപ്പോൾ ഇങ്ങോട്ട് അത് നടന്നു. എങ്ങനെയാണ് ഐശ്വര്യ ലഭിച്ചത്? ഐശ്വര്യ ഒരു ഷോർട്ട് ഫിലിം നേരത്തെ കണ്ടിരുന്നു. അപ്പോൾ അതിൽ ഗംഭീര പെർഫോമൻസ് ആയതിൻ്റെ പേരിൽ ഞങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ സമയമായപ്പോഴത്തേക്കും ഐശ്വര്യ പോലെ ഒരുപാട് പേര് വന്നിരുന്നു. പക്ഷേ ഞങ്ങളുടെ കഥാപാത്രം ഷിമിലി എന്ന് പറയുന്ന കഥാപാത്രത്തോടെ ഏറ്റവും അടുത്ത് നിന്നത് ഐശ്വര്യയായിരുന്നു. ഗംഭീര പ്രകടനത്തൊക്കെയാണ് വിഷ്ണു പറയുന്നത്. അഭിമാനം അല്ലേ? അതെ അതെ, ഒത്തിരി സന്തോഷം. ഇവരുടെ വായിന്നൊക്കെ അങ്ങനെ കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷം. പിന്നെ കുറേ നാളത്തെ ആഗ്രഹമാണ് സിനിമ എന്ന് പറഞ്ഞ സ്വപ്നം, അത് സാക്ഷാത്കരിച്ചതിൻ്റെ സന്തോഷം. സിനിമ കണ്ട് തിയേറ്ററിൽ നിന്ന് എന്താ പറയുക, അത്ര സന്തോഷത്തോടുകൂടി മനസ്സ് നിറഞ്ഞ് ആ പ്രേക്ഷകർ നമ്മുടെ അടുത്തോട്ട് വരുമ്പോഴത്തേക്കും എന്താ പറയുക, നമ്മൾ സിനിമ വിജയിച്ചു എന്നുള്ളതിൻ്റെ അതിലേറെ സന്തോഷം. വെടിക്കെട്ട് എക്സ്പീരിയൻസിലൂടെ പൊയ്ക്കൊണ്ടിരിക്കണം. വെടിക്കെട്ട് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ചില യൂട്യൂബ് ചാനലുകൾ വളരെ നെഗറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചായിരുന്നു. അവരോട് എന്താ മറുപടി പറയാം? അവരോട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇപ്പോൾ നേരത്തെ പ്രസ് മീറ്റിൽ അപ്പോൾ പക്ഷേ ഈ ഇത് മനഃപൂർവ്വമാണ് ഇങ്ങനെ ഒരു നെഗറ്റീവ് അടിച്ചു വിടുന്നതെന്ന് തോന്നുന്നുണ്ടോ? എന്തിനാ ഒരു ഡീഗ്രേഡിങ് നടക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? ചില മനഃപൂർവ്വം ഉണ്ണി മുകുന്ദൻ്റെ ഒരു ഇഷ്യൂ വന്നിരുന്നു. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ മനഃപൂർവ്വം ഒരു 3-4 വീഡിയോ ചെയ്യുക, ആ സിനിമയെ അങ്ങ് തകർക്കുക, അങ്ങനെ ഒരു കാര്യങ്ങൾ സിനിമാ മേഖലയിൽ ഇപ്പോൾ നടക്കുന്നുണ്ടോ? അല്ല, അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ എപ്പോഴും പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, ഞങ്ങൾ ജോലി ചെയ്തിട്ട് വേണം അവർക്ക് തുടങ്ങാൻ. അപ്പോൾ അത് അവരുടെ ജോലിയാണ്, അവർ ചെയ്തു കൊള്ളട്ടെ. പക്ഷേ ഒരുപാട് പേരുടെ കണ്ണീരും ശാപം ഉണ്ടാവും. തീർച്ചയായും. അതോടൊപ്പം തന്നെ വിഷ്ണു ആദ്യ സംവിധാനമായിരുന്നു, അപ്പം ഒരുപാട് പുതുമുഖങ്ങളായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് അവരെയൊക്കെ ഒന്ന് മേയ്ക്കാൻ എന്ത് പാടുപെട്ടു? അല്ല, അങ്ങനെ പാടുപെടേണ്ടി വന്നിട്ടില്ല. കാരണം എല്ലാവരും കട്ടയ്ക്ക് ഇത് ഞങ്ങളുടെ സിനിമയാണെന്ന് പറഞ്ഞ് ഈ നിമിഷം വരെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ്.
പിന്നെ ഇവരെ കൊണ്ട് അഭിനയിപ്പിക്കാനും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ആക്ടേഴ്സാണ് എല്ലാവരും. അവരെ മാത്രമേ ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളൂ. മാറ്റിനി വഴി ഓഡിഷൻ ചെയ്താണ് എല്ലാവരും എടുത്തിട്ടുള്ളത്. ഞങ്ങളുടെ കൂട്ടുകാരായ കുറേ പേരെ മനസ്സിൽ പ്ലാൻ ചെയ്തിരുന്നെങ്കിലും അവരെ ഒന്നും ഒരു ഉറപ്പും കൊടുത്തിട്ടുണ്ടായില്ല. എടാ പ്രൊഡ്യൂസ് ചെയ്യണത് ഇവരാണ്, അപ്പം മാറ്റിനിയുടെ ഓഡിഷനിലൂടെ മാത്രമേ കയറാൻ പറ്റുള്ളൂ എന്ന് ആദ്യമേ പറഞ്ഞിരുന്നു. അതിലൂടെ തന്നെയാണ് എല്ലാവരും വന്നത്. കാസ്റ്റിങ്ങും ഒക്കെ അതിന് ശേഷമാണ്. ഷൂട്ടിന് തൊട്ട് മുമ്പ് ആക്ടിങ് വർക്ക്ഷോപ്പൊക്കെ ചെയ്ത് ഓരോരുത്തർക്കും സ്യൂട്ടബിളായ റോളുകൾ പിന്നീടാണ് അവരൊക്കെ കാസ്റ്റ് ചെയ്തത് പോലും. അപ്പം വെടിക്കെട്ടായി. ഇനിയിപ്പോൾ അടുത്ത പടം എങ്ങനെയാണ്? അടുത്ത പടത്തിനെ പറ്റിയുള്ള പടങ്ങളുണ്ട്, പ്ലാനുണ്ട്, അതൊക്കെ എൻ്റെ വഴിക്ക് കൃത്യമായിട്ട് പറയാം. ഓക്കെ, എന്തായാലും വെടിക്കെട്ട് സിനിമ അതിഗംഭീരമായിട്ട് തിയേറ്ററിൽ പോവുകയാണ്. ഈ സിനിമയിൽ വലിയൊരു മാതൃകയും ഇപ്പോൾ സമൂഹത്തിന് നൽകുകയാണ്. എന്തായാലും എല്ലാവിധ ആശംസകളും. തിരുവനന്തപുരത്തു നിന്നും നന്ദകുമാർ, News 18.